പ്രൈസ് ലോർഡ്. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ നാൽക്കവലുകളിൽ നാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അടുത്ത സ്റ്റെപ്പ് ഞാൻ എവിടെ വെക്കും? ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനം എങ്ങനെ എടുക്കും? എൻ്റെ കഴിവിന് പരിധിയുണ്ട്, എൻ്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനമാണ് ഈ ഒരു കാര്യത്തിൽ എടുക്കുന്നത്? അടുത്ത സ്റ്റെപ്പ് ഞാൻ എവിടെ വെക്കും? എനിക്കറിയത്തില്ല. ഒരു 10 മാസം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ല, അടുത്തൊരു നിമിഷം ഞാൻ എന്ത് ചെയ്യും? എവിടെ എൻ്റെ ചുവടുകൾ വെക്കും എന്നൊരു ചോദ്യം, എന്നൊരു പ്രാർത്ഥന പലപ്പോഴും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട്. മുമ്പോട്ട് നോക്കുമ്പോൾ, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എങ്ങനെ ഇത് നടക്കും, എങ്ങനെ ഇത് സാധ്യമാകും, എന്ത് തീരുമാനം എടുക്കും അറിയത്തില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. മുൻപും പിൻപും അടച്ചു എന്ന് പറയുന്നത് പോലെ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നാം എത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നമ്മൾ എവിടെയാണ് നമ്മുടെ ചുവടുകൾ വെക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് പോകേണ്ടത്. സങ്കീർത്തനക്കാരൻ 17-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ നടപ്പ് അവിടുത്തെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. എൻ്റെ നടപ്പ്, എൻ്റെ സ്റ്റെപ്പ് ഞാൻ എവിടെ വെച്ചേ? അവിടുത്തെ ചുവടുകളിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയോട് അപേക്ഷിച്ച് അങ്ങ് എനിക്ക് കാണിച്ചു തന്ന, ദൈവമേ അങ്ങ് എനിക്ക് കാണിച്ചു തന്ന ഒരു ചുവടുണ്ട്, ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലാണ് ഞാൻ കാലെടുത്ത് വെച്ചത്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം മുൻപിലുള്ളപ്പോൾ മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അറിയാം. പക്ഷെ മൊത്തം അന്ധകാരമാണെങ്കിലോ, മൊത്തം ഇരുട്ടാണെങ്കിലോ, മുമ്പോട്ടുള്ള വഴിയെക്കുറിച്ച് ഐഡിയ ഇല്ലെങ്കിലോ? ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വായിക്കുന്നു, അവർ ചെങ്കടൽ കടന്ന് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു പദമുണ്ട്: മുമ്പേ ഈ വഴി നിങ്ങൾ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരൈഡിയ ഇല്ല ഇതിനെക്കുറിച്ച്, ആദ്യമായിട്ട് പോവാം. പല കാര്യങ്ങളും ഇതുപോലാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ പോകുന്നതെങ്കിൽ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള ചുവട് ദൈവം കാണിച്ചു തരും. ആമേൻ പറ. ദൈവം കാണിച്ചു തരുന്ന ചുവടുകളിൽ തന്നെ നമ്മുടെ നടപ്പായിരിക്കണം. നമ്മൾ ആ ചുവടുകളിൽ തന്നെ വെക്കണം. ആ കാണിച്ചു തരുന്ന സ്ഥലത്ത് തന്നെ ചുവട് വെക്കണം. ആ തീരുമാനം തന്നെ എടുക്കണം, ആ ഡിസിഷൻ തന്നെ എടുക്കണം. അവിടെ പ്രതിസന്ധികളൊക്കെ വരും, പക്ഷേ ധൈര്യത്തോടെ എടുത്തു വെച്ചോണം സ്റ്റെപ്പ്. അതിനകത്തൊരു അഷുറൻസ് നമുക്കുണ്ട്, ഒരുറപ്പുണ്ട്. അങ്ങനെ തമ്പുരാൻ കാണിച്ചു തരുന്ന സ്റ്റെപ്പിൽ നമ്മൾ കാലെടുത്ത് വെച്ചാൽ നമ്മുടെ കാല് വഴുതത്തില്ല. 100% ഉറപ്പാണ്. തെറ്റിപ്പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്, നിലവിളിച്ചവരുണ്ട്, അയ്യം വിളിച്ചവരുണ്ട്. പക്ഷേ 100% ഉറപ്പ് പറയാം, നിൻ്റെ കാല് വഴുതത്തില്ല. പറഞ്ഞേ, എൻ്റെ കാല് വഴുതത്തില്ല. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങത്തില്ല. നിൻ്റെ കാൽ വഴുതത്തില്ല കേട്ടോ. എടുത്തു വെക്കുന്ന ആ സ്റ്റെപ്പ് വഴുവഴുപ്പിലല്ല, ഉറപ്പുള്ള പാറയിലായിരിക്കും. സങ്കീർത്തനം 17:5 പറയുന്നു: എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയില്ല. ബൈബിളിൽ അനേക ഭക്തന്മാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാം പ്രാർത്ഥന? പുറപ്പാട് തൊട്ട് ആ പ്രാർത്ഥന നമുക്ക് കാണാം. മോശ 33-ാം വാക്യത്തിൽ പറയുക: എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണം,
ഈ വർഷത്തിൻ്റെ പ്രാരംഭ മാസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ വഴി അറിയിക്കണം. അതാ ദാവീദും പ്രാർത്ഥിച്ചത്, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണം. പ്രാർത്ഥിച്ച കർത്താവ് ഈ മാസം അവിടുത്തെ വഴി എന്നെ അറിയിക്കണമേ. എനിക്കറിയത്തില്ല ഞാൻ എവിടെയാണ് സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടതെന്ന്, പക്ഷേ അങ്ങനെ വഴി അറിയിക്കുന്ന ദൈവമാണ്. ഞാനൊരു കൺഫ്യൂഷനിലാകാൻ ദൈവം എന്നെ സമ്മതിക്കത്തില്ല. 27 സങ്കീർത്തനത്തിൽ 11 വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നു, നിൻ്റെ വഴി എന്നെ കാണിക്കണം. അറിയിച്ചാൽ മാത്രം പോരാ, കാണിക്കണം. 119:20 പറയുന്നു, നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണം. 119:33 വായിക്കും, നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണം. ഇന്നീ മെസ്സേജിൻ്റെ പ്രാരംഭ സമയത്ത് ദൂതിലേക്ക് കയറുക, അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ വഴി എന്നെ അറിയിക്കണേ, അവിടുത്തെ വഴി എന്നെ കാണിക്കണേ, അവിടുത്തെ വഴി എന്നെ ഗ്രഹിപ്പിക്കണേ, അവിടുത്തെ വഴി എന്നെ ഉപദേശിക്കണമേ. ദൈവം നമ്മളെ ഉപദേശിച്ചാൽ നമ്മൾ ആ വഴി നടക്കും. നമ്മളെ ഗ്രഹിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലാക്കി തരഞ്ഞ മോനെ മോളെ ഇതാണ് നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വഴി, ഇതാണ് നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അടുത്ത സ്റ്റെപ്പ്, നീ ഇവിടെ വെക്ക, ഈ തീരുമാനം എടുക്കുക. അങ്ങനെ നമ്മൾ ആ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ആ സ്റ്റെപ്പ് എടുത്താലുണ്ടല്ലോ, മുമ്പേ പറഞ്ഞതുപോലെ കാല് വഴുതി പോകാൻ സമ്മതിക്കത്തില്ല. ഇതിന് വേണ്ടത് പ്രാർത്ഥന. ഈ ഭക്തന്മാരെല്ലാം പ്രാർത്ഥിച്ചു, എൻ്റെ അടുത്ത ചുവട് ഞാൻ എവിടെ വെക്കും, ദൈവം എന്നെ കാണിക്കണം, ദൈവം എന്നെ അറിയിക്കണം, ദൈവം എന്നെ ഗ്രഹിപ്പിക്കണം, ദൈവം എന്നെ ഉപദേശിക്കണം. അത് പ്രയറാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുക. നീ എന്തിനാ കൺഫ്യൂഷനിലാണെന്നും പറഞ്ഞ് നീ ഭാരപ്പെട്ടിരിക്കുന്നേ? മാതാവേ പിതാവേ എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? കൺഫ്യൂഷനിലാണെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കുക, ദൈവം വഴി കാണിച്ചു തരും. പിറുപിറുക്കാനല്ല, പ്രാർത്ഥിക്കും. മോശ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തെന്നായി. വൃക്ഷം അവിടെ ഉണ്ട്, പക്ഷെ അത് കാണിച്ച് കൊടുത്താലേ ആ മാറയുടെ നടുവിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കണ്ണ് തുറക്കണം, അകത്തെ കണ്ണ് തുറക്കണം. അതിന് പ്രാർത്ഥിച്ചാൽ മതി. അടുത്ത ചുവട് എവിടെ വെക്കണ്ടെന്ന് ദൈവം നിന്നെ ഗ്രഹിപ്പിക്കും, ദൈവം നിന്നെ കാണിപ്പിക്കും, ദൈവം നിന്നെ ഉപദേശിക്കും, ദൈവം നിന്നെ അറിയിക്കും. നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ദൈവം, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. ഏറ്റെടുത്തോ, പ്രാർത്ഥിച്ചോ, ആമേൻ പറഞ്ഞു. 2, ദൈവവചനത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം. 119:133 വായിക്കുന്നു, എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. അപ്പോൾ വചനത്തിൽ ട്രസ്റ്റ് ചെയ്യണം. പ്രാർത്ഥിക്കുന്നു, വചനത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നു. 3, യേശു ക്രിസ്തുവിൽ ട്രസ്റ്റ് ചെയ്യണം. വഴിയും സത്യവും ജീവനുമായവനുണ്ട്. ആടുകളുടെ നല്ല ഇടയവനുണ്ട്. പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ. വഴിതെറ്റിപ്പോകാൻ ആ ഇടയൻ സമ്മതിക്കത്തില്ല കേട്ടോ. ആടുകളെ കടിച്ചു കീറുന്ന വന്യമൃഗങ്ങളുള്ള സ്ഥലത്തിലൂടെ ഒരിക്കലും ഈ ഇടയൻ നിന്നെ കൊണ്ടുപോകത്തില്ല. മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ കടന്നാലും നീ അവൻ അനർത്ഥവും ഭയപ്പെടത്തില്ല. നീ ഒറ്റയ്ക്കായിരിക്കും, നീ തനിച്ചായിരിക്കും, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരിക്കും. പക്ഷേ മെസ്സേജ് കേൾക്കുന്ന സഹോദര സഹോദരി ഏറ്റെടുത്തോ, നീ നടക്കേണ്ടുന്ന വഴി നിന്നെ കാണിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ദൈവം പറയുന്ന വഴിയെ പോയാൽ ദൈവം കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന വഴിയെ പോകുന്ന ആ ചുവടുകൾ വെക്കുന്ന ഒരു ദൈവത്തിൽ വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് മാത്രമല്ല, 2ാമത്തെ അനുഗ്രഹം പറയുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 36-ാം വാക്യത്തിൽ വായിക്കുന്നു ഇങ്ങനെ, ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എൻ്റെ നരിയാണികൾ വഴുതിപ്പോയില്ല. 2 അനുഗ്രഹങ്ങളാണ്. 1 വഴുതിപ്പോയില്ല, 2 വിശാലത വരുത്തി. എവിടാ വെക്കേണ്ടതെന്നറിയാതെ മുമ്പോട്ട് പോയ ആളാണ്. ഇപ്പോൾ വിശാലത ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിശാലത പ്രാർത്ഥിക്കുക, വചനത്തിൽ ആശ്രയിക്കുക, യേശുവിൽ ആശ്രയിക്കുക. വിശാലത വരുത്തി തീർന്നോ? ഇല്ല. 3ാമത്തെ അനുഗ്രഹം 1 ശമൂവേൽ 2:9 ഉണ്ട്. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ഒരു പ്രൊട്ടക്ഷൻ ആ വഴിക്കകത്തുണ്ട്. ദൈവം പറയുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ, ദൈവമേ അടുത്ത സ്റ്റെപ്പ് എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ
എവിടെ വെക്കണോ എനിക്കറിയത്തില്ല. എൻ്റെ ഫാമിലി ലൈഫിൽ എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. എൻ്റെ താമസിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് ഈ ദൈവവചനം ഞാൻ കേട്ടത് നിമിത്തം ഞാൻ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും. അവിടുത്തെ വഴി എന്നെ കാണിക്കണം, അവിടുത്തെ ആലോചനയാൽ എന്നെ നടത്തണം, വഴി എന്നെ ഗ്രഹിപ്പിക്കണം, വഴി എന്നെ ഉപദേശിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് നീ പറയുമ്പോൾ, ഒന്ന്, നീ എടുക്കുന്ന സ്റ്റെപ്പിൽ നീ വഴുതിപ്പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇത് വേണ്ടായിരുന്നു എന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. 2, നിന്നെ വിശാലമായ രീതിയിൽ വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. 3, ആ വഴിയിൽ ഒരു പ്രൊട്ടക്ഷൻ. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. ആ ചുവടുകൾക്കകത്ത്, ആ സ്റ്റെപ്പിനകത്തൊരു പ്രൊട്ടക്ഷനുണ്ട്. ചില സമയത്ത് നീ കരഞ്ഞു പറയുമായിരിക്കും, കർത്താവേ ഞാൻ വഴുതുന്നു, ഞാൻ എത്ര നാളിങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ പറഞ്ഞ ഒരാളാണ് സങ്കീർത്തനക്കാരൻ. 94 സങ്കീർത്തനം എഴുതിയ വ്യക്തി 18 വാക്യത്തിൽ വായിക്കുക, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. മേൻ, ഹല്ലേലൂയ. നിൻ്റെ കാലടിക്ക് ഇടക്കം വരത്തില്ല, ഓടുമ്പോൾ നീ ഇടറുകയില്ല. ദൈവം പറഞ്ഞിട്ട്, ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ, അവിടുന്ന് ഗ്രഹിപ്പിക്കുന്ന വഴിയിൽ, അവിടുന്ന് ഉപദേശിക്കുന്ന വഴിയിൽ നിന്നെ നടത്തുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിലുണ്ട്. പഴയ നിയമത്തിലെ ഒരു ഭക്തനായ മനുഷ്യനാണ് ഇസഹാക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അബ്രഹാമിന് വർഷങ്ങൾ കാത്തിരുന്ന് ദൈവം പറഞ്ഞ ദൂതനുസരിച്ച്, പ്രോമിൻസ് അനുസരിച്ച് ഉണ്ടായ തലമുറയാണ് ഇസഹാക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ, തൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്ന് ദൈവഹിതപ്രകാരമായ ഒരു വിവാഹം നടക്കുവാൻ അബ്രഹാം ആഗ്രഹിച്ചു. എങ്ങനെങ്കിലുമൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിക്കണം, മകനൊരു പെൺകുട്ടി വരണമെന്നല്ല അബ്രഹാം ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവിടെ ഇസഹാക്ക് തപ്പിത്തിരയാനൊന്നും പോയില്ല. അപ്പൻ പറഞ്ഞതുപോലെ ഇസഹാക്ക് തീരുമാനമെടുത്തു. അതിനുവേണ്ടി അബ്രഹാം ദൈവവചനപ്രകാരമാണ് കാര്യങ്ങളെ തിരിച്ചത്. 24 അധ്യായം ഉൽപ്പത്തിയിൽ 4 വാക്യത്തിൽ എലയാസറിനെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകനായ ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്ത് എൻ്റെ ചർച്ചക്കാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യ എടുക്കുവാൻ എന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും. ദൈവത്തിൻ്റെ നിയമപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു വിവാഹം നടക്കണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചു. അതുപ്രകാരം എലയാസറിനോട് കാര്യങ്ങൾ പറയുന്നു. ഇസഹാക്ക് അക്കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. അപ്പനായ അബ്രഹാമാണ് കാര്യങ്ങളെ തിരിക്കുന്നത്. സഹോദര, സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ മക്കളെക്കുറിച്ച് അടുത്ത സ്റ്റെപ്പ് ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എടുക്കുവാൻ താല്പര്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അബ്രഹാം ഇസഹാക്കിന് വേണ്ടി ഒരു കന്യകയെ തിരയുമ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ നമുക്ക് മാതൃകാപരമാണ്. അദ്ദേഹത്തിന് ഒരു വഴി കാണിച്ചു തന്ന ദൈവം താങ്കൾക്കൊരു വഴി കാണിച്ചു തരും. എന്താ എലയാസറിനോട് പറഞ്ഞെന്നറിയാവോ? കനാന്യരുടെ കന്യകമാരിൽ നിന്ന് എടുക്കരുത്, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് തന്നെ എടുക്കണം. അതൊരു പ്രമാണമാണ്. പ്രമാണം വിട്ട് ഒരു ഡിസിഷൻ നീ എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കുന്ന ഏത് തീരുമാനത്തിനകത്തും ഉണ്ടല്ലോ, വചനപ്രകാരം എടുക്കുന്ന ഏതൊരു ഡിസിഷനകത്തും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്, വഴുതിപ്പോത്തില്ല. അവിടെ എലയാസർ കടന്നു പോകുന്ന സമയത്ത് അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പോകുമ്പോൾ നീ വചനപ്രകാരം ഈ പ്രമാണത്തിനനുസരിച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നീ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവഹിതപ്രകാരം ഒരു ആലോചന വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ അങ്ങനെ ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിനക്ക് മുമ്പായി, കുറച്ചുകൂടെ വിശാലമായിട്ട് പറഞ്ഞാൽ 7 വാക്യത്തിൻ്റെ പകുതി ഭാഗം തൊട്ട് പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും.
നിനക്ക് മുമ്പായി തൻ്റെ അത് ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനാണ്. നീ ആലോചന പ്രകാരമല്ലേ, ദൈവാലോചന പ്രകാരം ദൈവത്തിൻ്റെ വഴിയിലൊരു തീരുമാനം, ഒരു ദൈവപ്രവൃത്തി, ഒരാലോചന വരണമെന്നല്ലേ ആഗ്രഹിച്ചേ. ഏത് വിഷയമായിക്കോട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ മാനുഷ്യമായ ഹിതമോ ലൗകികമായ ഹിതമോ ഇല്ലാതെ ദൈവാലോചന പ്രകാരം, ദൈവഹിതപ്രകാരം ഒരു കാര്യം സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, ഒന്ന്, നാം പോകുന്നതിനു മുമ്പായി ദൈവത്തിൻ്റെ ദൂതനെ സ്വർഗം ആ കാര്യം, ആ യാത്രയെ സഫലമാക്കാൻ വേണ്ടി അയക്കും. മേൻ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പോകുന്ന എലിയാസർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നീ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. 12-ാം വാക്യം, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ. ഒരുപാട് ആലോചനയൊക്കെ വന്ന അവസാനത്തെ ആലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് പറയണം, ഇന്ന് തന്നെ എൻ്റെ യജമാനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പദം, ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുക, ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ. എലിയാസർ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കടന്നു പോയപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ സ്വർഗത്തിലെയും സാധ്യമാക്കിയിട്ട് ഒരുപാട് അലയാനൊന്നും സംഭവിച്ചില്ല. 40-ാം വാക്യത്തിൽ താൻ ഒരു ടെസ്റ്റിമണി പോലെ പറയുക, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്ന്, പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുപ്പാൻ തക്കോണം നിൻ്റെ യാത്രയെ സഫലമാക്കും. എന്നാൽ അതിനു മുമ്പ് ആ യാത്രയൊക്കെ സഫലമായപ്പോഴാണ് ഇപ്പോൾ വായിച്ച വാക്യം പറഞ്ഞത്. 21-ാം വാക്യത്തിൽ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി, യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒന്ന് ഞാൻ പറയാം, അടുത്ത ചുവട് നീ ഇവിടെ വെക്കണമെന്ന് നിനക്കറിയത്തില്ല, തീരുമാനം എടുക്കാൻ അറിയത്തില്ല, കഴിവില്ല. പ്രാർത്ഥിച്ച് വചനത്തിൽ ആശ്രയിച്ച് യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, വചനപ്രകാരം ദൈവഹിതപ്രകാരം പ്രമാണത്തിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നീ താല്പര്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് അയക്കും. നിനക്ക് വേണ്ടി ആ പോകുന്ന ദിവസം തന്നെ കാര്യം സാധിപ്പിച്ചു തരും. 3, നിൻ്റെ യാത്രയെ സഫലമാക്കും. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നമ്മളൊരു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് അവൻ മിണ്ടാതിരുന്നു. ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണം, വെയിറ്റ് ചെയ്യണം. ദൈവം നമ്മുടെ ക്ഷമയെ പരിശോധിക്കും, വിശ്വാസത്തെ പരിശോധിക്കും, വിശുദ്ധിയെ പരിശോധിക്കും, പ്രാർത്ഥനയെ പരിശോധിക്കും. മിണ്ടാതിരുന്നു. എന്നാൽ അധിക നേരം മിണ്ടാതിരിക്കേണ്ട വന്നില്ല കേട്ടോ, അധിക നേരം കാത്തിരിക്കേണ്ട വന്നില്ല. ഒടുവിൽ യാത്രയെ സഫലമാക്കിയതിൻ്റെ അടയാളം ദൈവം കാണിച്ചു തന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ ദൈവഹിതപ്രകാരം ഒരു ചുവട് വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഈ വചനപ്രകാരം ഞാൻ ആത്മാവിൽ വിശ്വസിച്ച് നിങ്ങളോട് പറയുന്നു, ഈ ദൂത് വിശ്വസിച്ച്, വചനം വിശ്വസിച്ച്, വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് പറയുന്നു, ആ കാര്യത്തെ ദൈവം സാധിപ്പിച്ചു തരും. രണ്ടാമതൊരു കാര്യമുണ്ട് കേട്ടോ. അബ്രഹാം ഇതുപോലെ ഇസഹാക്കിന് വേണ്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ, ഇസഹാക്ക് പ്രായം ചെന്നു, അബ്രഹാമൊക്കെ കഴിഞ്ഞ്, ആ കാലമൊക്കെ കഴിഞ്ഞ് ഇസഹാക്കിൻ്റെ കാലം വന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഇസഹാക്ക് കേൾക്കുക. എന്താണെന്നറിയാമോ? 26-ാം അധ്യായത്തിലാണ് ആ സംഭവം. 24-ാം അധ്യായത്തിലെ സംഭവമാണ് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സംസാരിക്കുന്ന 26-ാം അധ്യായത്തിലാണ്. ചുവട് എവിടെ വെക്കും, സ്റ്റെപ്പ് എവിടെ വെക്കും, വഴി ഏതു തിരഞ്ഞെടുക്കുമെന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമ്മളോട് പറയും, ഈ ഒരു ഡിസിഷൻ എടുക്കുക കേട്ടോ, ഈ ഒരു വഴി എടുക്കുക. അവരെല്ലാം ഈ വഴി എടുത്തില്ലേ, നീ നിൽക്കുന്നിടത്തൊരു വഴിയും കാണുന്നില്ല, അതുകൊണ്ട് ആ വഴി എടുക്കുക, ഈ വഴി എടുക്കുന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് സൈലൻ്റായിട്ട് ഒന്നും മിണ്ടാതിരുന്ന് ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ കൃത്യമായ ഡയറക്ഷൻ ദൈവം നമ്മെ കാണിച്ചു തരും. 26-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമം ഉണ്ടായെന്ന് വായിക്കുക. 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നത് നമ്മൾ വായിക്കുന്നത്. ആ കാലത്ത് അബ്രഹാം ഇസ്രയേലിലേക്ക് പോയി. ഒരുപാട് പ്രശ്നങ്ങൾ അത് നിമിത്തം ഉണ്ടായി. എന്നാൽ ഇവിടെ ഇസഹാക്കിൻ്റെ കാലത്തും വീണ്ടും ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് നിൽക്കുന്ന സ്ഥലം ക്ഷാമത്തിൻ്റെ സ്ഥലമാണ്.
അപ്പോൾ ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. അബീമേലെക്കിൻ്റെ അടുക്കൽ ഇസഹാക്ക് പോയ സമയത്ത് യഹോവ പ്രത്യക്ഷനായിട്ട് അരുളി ചെയ്യുന്നൊരു പദമുണ്ട് കേട്ടോ. അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് അറിയത്തില്ല ക്ഷാമം വരുമ്പോൾ. അപ്പനായ അബ്രഹാം ക്ഷാമം വന്നപ്പോൾ ചുവടെടുത്ത് മിസ്രൈമിൽ വെച്ച് അവിടെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇസഹാക്കിനോട് പറയാണ്, നീ മിസ്രൈമിലേക്ക് പോകരുത്. വളരെ ക്ലിയറായിട്ട് പറയാം 2-ാം വാക്യത്തിൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുക്കുക. നോക്കിക്കേ, നമ്മളാണ് ഏത് തീരുമാനം എടുക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ക്ഷാമമാണ്, ഒരു വഴിയും കാണുന്നില്ല, വീണ്ടും വീണ്ടും ക്ഷാമം വന്നുകൊണ്ടിരിക്കും. നമ്മളാണ് ഏത് തീരുമാനം എടുക്കും. ഇന്നലകളിൽ തൻ്റെ അപ്പനായ അബ്രഹാം ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി. എന്നാൽ ഇവിടെ ദൈവം അരുളി ചെയ്യുകയാണ് ഇസഹാക്കിനോട്, നീ പോകരുത്, മിസ്രൈമിലേക്ക് പോകരുത്. നീ നിൽക്കുന്ന സ്ഥലം ക്ഷാമമുള്ളതാണ്, പക്ഷെ അവിടെ തന്നെ നീ നിന്നോണം. നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നോണം. നീ മറ്റൊരു ദേശത്തേക്ക് പോകരുത്. നീ നിൽക്കുന്ന സ്ഥലത്ത് ക്ഷാമമാണെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ചില സമയത്ത് ദൈവം നമ്മളോട് പറയുന്ന ദൈവത്തിൻ്റെ ഡയറക്ഷൻ, ദൈവം കാണിച്ചു തരുന്ന വഴികൾ ഭയങ്കര നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായിരിക്കും, മണ്ടത്തരമെന്നും നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ പറഞ്ഞത് ദൈവമാണെങ്കിൽ ഞാൻ പറയാം, വഴി നടത്താനും ദൈവം വിശ്വസ്തനാ. ക്ഷാമമായിരിക്കും, കഷ്ടതയായിരിക്കും, പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, പക്ഷേ അവിടെയും കൂടെ ഇരുന്ന് വഴി നടത്താൻ ദൈവം ശക്തനാ. ഇസഹാക്ക് എടുത്ത ചുവട് ദൈവഹിതപ്രകാരമാണ്. ഗെരാറിൽ തന്നെ ഇസഹാക്ക് പാർത്തു. ദൈവ ശബ്ദം കേട്ട് ചുവടെടുത്തു വെച്ചു, സ്റ്റെപ്പ് എടുത്തു വെച്ചു, വഴി ദൈവഹിതപ്രകാരം എടുത്തു വെച്ചപ്പോൾ ആ ദേശത്ത് മുഴുവൻ ക്ഷാമമായിരുന്നു. പക്ഷേ എഴുതി വെച്ചിരിക്കുന്നു 12-ാം വാക്യത്തിൽ, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി ഫലം കിട്ടി. ക്ഷാമകാലത്ത് വിതച്ചപ്പോൾ 100 മേനി ഫലം കിട്ടും. 1% പോലും ലോസ് സംഭവിക്കുവാൻ ദൈവം ഇസഹാക്കിനെ അനുവദിച്ചില്ല. ക്ഷാമകാലത്തും 100% റിസൾട്ട് കൊടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ച് സ്റ്റെപ്പെടുത്ത് വെക്കാൻ തയ്യാറാണോ? ചുറ്റുപാട് മുഴുവൻ ക്ഷാമമായിരിക്കും, പക്ഷെ നിനക്ക് 100 മേനി ഫലം കിട്ടും. എന്നാൽ ആ പറയുമ്പോഴൊക്കെ ക്ഷാമമാണ് ഒരു സ്ഥലത്ത്, അപ്പോൾ തന്നെ 100 മേനി ഫലം കിട്ടിയപ്പോൾ പ്രതികൂലമില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ അസൂയുള്ള ആളുകൾ വന്നു, ഷണ്ടയിടുന്നവർ വന്നു. പക്ഷേ അസൂയയിടുന്നവർ വന്നപ്പോഴും ഷണ്ടയിടുന്നവർ വന്നപ്പോഴും അവിടെ വായിക്കുന്നു, യഹോവ നമുക്ക് ഇടമുണ്ടാക്കി. കർത്താവിൻ്റെ സാന്നിധ്യം ഇസഹാക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുമ്പോൾ എൻ്റെ ചുവട് ഞാനിവിടെ വെക്കും. എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാനിവിടെ വെക്കും. ഏത് ഡിസിഷൻ ഞാനിവിടെ എടുക്കും എനിക്കറിയത്തില്ല എന്ന് പറയുന്ന സഹോദര സഹോദരി, നീ എവിടെ ചുവട് വെക്കണമെന്ന് നിന്നെ അറിയിച്ചു തരുന്നൊരു ദൈവമുണ്ട്. നീ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയിച്ചു തരുന്നൊരു ദൈവമുണ്ട്. നീ എടുക്കേണ്ട വഴി നിൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ മെസ്സേജ് ഇവിടെ തീരുമ്പോൾ ചെറിയൊരു പ്രാർത്ഥന. കർത്താവേ, എനിക്കറിയത്തില്ല തീരുമാനമെടുക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഞാനായിരിക്കുന്ന രാജ്യത്ത്, ഞാനായിരിക്കുന്ന ദേശത്ത് എൻ്റെ കുടുംബക്കാരോ എൻ്റെ ചാർച്ചക്കാരോ എൻ്റെ സഹോദരങ്ങളോ ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അത് 100% ദൈവഹിതപ്രകാരമായ സ്റ്റെപ്പായിരിക്കണം. അങ്ങയുടെ വഴി തന്നെ എനിക്കെടുക്കണം. അങ്ങയുടെ ആലോചന പ്രകാരം തന്നെ എനിക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അങ്ങയുടെ വഴി എന്നെ അറിയിക്കണം, അങ്ങയുടെ വഴി എന്നെ കാണിക്കണം, അങ്ങയുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണം, അങ്ങയുടെ വഴി എന്നെ ഉപദേശിക്കണം. പ്രാർത്ഥിക്കാവോ? നിശ്ചയമായിട്ട് ഞാൻ പറയാം, നീ എടുക്കേണ്ട വഴി ദൈവം നിന്നെ കാണിക്കും. ദൈവത്തിൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, നിൻ്റെ യാത്രയെ സഫലമാക്കും. ചുറ്റുപാട് മുഴുവൻ ക്ഷാമമാണെങ്കിലും ബുദ്ധിക്കതീതമായി ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ആ ദേശത്ത് തന്നെ നീ നിൽക്കുമ്പോൾ നീ വിതച്ചതിനെ 100% റിസൾട്ടുള്ളതാക്കി മാറ്റാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. അവനെ വർദ്ധിപ്പിച്ച, ഇസഹാക്കിനെ വർദ്ധിപ്പിച്ച ദൈവം. ഒരു ഭാഗത്ത് ക്ഷാമം കൂടിയപ്പോൾ, ഒരു ഭാഗത്ത് അസൂയക്കാലുക്കൾ വർദ്ധിച്ചപ്പോൾ, ഒരു ഭാഗത്ത് ഷണ്ടയിടുന്നവർ, കുഴിച്ച കിണറുകളെ മൂടുന്നവർ വർദ്ധിച്ചപ്പോൾ ദൈവം അതിൻ്റെ നടുവിലും ഇടവരുത്തി. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ ശബ്ദം കേട്ട അപാലവൃദ്ധം ജനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ വഴി അവിടുത്തെ ജനത്തിന് കാണിച്ചു കൊടുക്കണേ. അടുത്ത ചുവട് എവിടെ വെക്കുമെന്ന് അറിയത്തില്ല, അവിടെ നിന്ന് വഴി ഗ്രഹിപ്പിക്കണം, കാണിച്ചു കൊടുക്കണം.
ദൈവഹിതപ്രകാരമായ ചുവട് വെച്ച് ദൈവിക നന്മകളെ പ്രാപിക്കാൻ ഈ ജനത്തെ അവിടുന്ന് സഹായിക്കണമേ. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവശക്തി അവരിലൂടെ അവിടുന്ന് അയക്കണമേ. സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, വഴി നടത്തണമേ. നല്ല ആലോചനക്കാരനായി കൂടെ ഇരിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. നിങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.